നമസ്കാരം സർ. പൊതുവെ ഒരു ഒരു സംസാരമുണ്ട് നമ്മുടെ കേരളത്തില് യൂറോപ്യൻ കൺട്രീസ് എസ്പെഷ്യലി UK ഒക്കെ ഭയങ്കര ഒരു സ്വർഗരാജ്യമാണെന്ന്. എന്നാൽ അതിനിപ്പോ ഒരു കോട്ടം സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. വിദ്യാർത്ഥികളൊക്കെ UK-യിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നടക്കം തിരികെ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നു. ഇതിനെ പറ്റിയുള്ള ഒരു വിശകലനം എന്താണ്? ഇത് UK സംബന്ധിച്ച് മാത്രമല്ല, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ അടക്കമുള്ള വിദേശ രാജ്യങ്ങളും ഇന്ന് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിലെ നികുതി നിരക്കുകളിലും വീട്ടുവാടക നിരക്കുകളിലും ചാർജുകളിലും വൻതോതിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്. യൂറോപ്പിൽ ബ്രിട്ടനിൽ നിന്നുള്ള ഒരു ഉദ്യോഗാർത്ഥി, ഒരു എംപ്ലോയി എന്നോട് സംസാരിച്ചു. അവിടെ, അതായത് ബ്രിട്ടനിൽ 5 ലക്ഷം ഇന്ത്യൻ രൂപ കിട്ടുകയാണെങ്കിൽ, ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായിട്ടുള്ള അവിടുത്തെ പൗണ്ട് കിട്ടുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിൽ 70,000 രൂപ കിട്ടുന്നതിന് തുല്യമാണ്. അതായത് ബ്രിട്ടനിൽ 5 ലക്ഷം രൂപ കിട്ടുന്നതും കേരളത്തിൽ 70,000 രൂപ കിട്ടുന്നതും ഒരുപോലെയാണ്. അവിടുത്തെ നികുതി നിരക്കുകൾ, അവിടെ നമുക്ക് 100 രൂപ കിട്ടിയാൽ 45 രൂപ ടാക്സ് ആയിട്ട് കൊടുക്കണം. പിന്നെ 55 രൂപയാണുള്ളത്. ആ 55 രൂപയിൽ നിന്ന് വീട്ടുവാടകയും പോയി അത്യാവശ്യം വീട്ടിലേക്ക് മേടിക്കേണ്ട ഗ്രോസറിയും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കയ്യിൽ കിട്ടുന്ന പൈസ തീരാണ്. 5 ലക്ഷം രൂപ കൈ കിട്ടുന്ന ആളിന്റെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞു, നമ്മുടെയൊക്കെ നാട്ടിൽ, കേരളത്തിൽ ഒന്നാം തീയതി ശമ്പളം കിട്ടിയാൽ അടുത്ത 30-ാം തീയതി വരെ എങ്ങനെ എത്താം എന്നാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ ബ്രിട്ടനിൽ 1-ാം തീയതി ശമ്പളം കിട്ടിയാൽ 2-ാം തീയതി വരെ എങ്ങനെ എത്താമെന്നാണ് അവർ നോക്കുന്നത്. അത്രയും ഗതികേടാണ്. ഇത് ബ്രിട്ടന്റെ മാത്രം അവസ്ഥയല്ല. ഇത് തന്നെയാണ് ഫ്രാൻസ്, ഇത് തന്നെയാണ് ജർമ്മനി, ഇത് തന്നെയാണ് ഇറ്റലി. ഇങ്ങനെ ഒരു യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒക്കെ അവസ്ഥ ഇതാണ്. എന്നാൽ കാനഡയിലോ ഇതിനേക്കാൾ ഗുരുതരമായ അവസ്ഥയിലാണ്. ഈ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ ഒരു PhD ഹോൾഡർ ആയിട്ടുള്ള ഒരു കുട്ടി വന്നു. അയാൾ പറഞ്ഞു, കാനഡയിൽ പോയി 2 വർഷമായി, എനിക്ക് PhD ഉണ്ട്, വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA-യും PhD-യും എടുത്തതാണ്, പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, തിരിച്ചു വരികയാണ്. അതുകൊണ്ട് കേരളത്തില് 25,000 രൂപയ്ക്ക് ശമ്പളം കിട്ടുന്ന എന്തെങ്കിലും ജോലി കിട്ടുമോ എന്നാണ് എന്നോട് ചോദിച്ചത്. കാനഡയിൽ പോയി തിരിച്ചു വരികയാണ്. ഇത് തന്നെയാണ് അമേരിക്കയിലെ അവസ്ഥ. ഇത് തന്നെയാണ് നമ്മുടെ ന്യൂസിലൻഡിലെയും ഓസ്ട്രേലിയയിലെയും അവസ്ഥ. അതായത് ഇവരൊക്കെ എന്തുകൊണ്ട് തകർന്നു വീഴുന്നു എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് ലോക സാമ്പത്തിക വ്യവസ്ഥകളായി മാറിയത്? 100 കണക്കിന് രാജ്യങ്ങളെ കോളനികളാക്കി, അടിമകളാക്കി ഭരിച്ചു. അങ്ങനെ ഭരിച്ച കാലത്ത് ആ രാജ്യങ്ങളെ കൊള്ളയടിച്ച് കിട്ടിയ പണമാണ് ഇവരുടെ സാമ്പത്തിക വരുമാനം എന്ന് പറയും. ആ സാമ്പത്തിക വരുമാനം ഇപ്പോൾ നിലച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡ് കൂടി കഴിഞ്ഞതോടെ സാമ്പത്തിക സ്ഥിതി പരിങ്ങലിലായിരിക്കുന്നു. അതുകൊണ്ട് അവർ ടാക്സ് കൂട്ടുന്നു, നികുതി മാത്രമല്ല ചാർജ് കൂട്ടുന്നു, ഫീസ് കൂട്ടുന്നു, എല്ലാം കൂട്ടുകയാണ്. അപ്പോൾ നമ്മൾ എത്ര വലിയ വരുമാനം ഉണ്ടാക്കിയാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് സ്ഥലം വിറ്റ്, കെട്ടിടം വിറ്റ്, വീട് വിറ്റ്, ഉള്ളതെല്ലാം വിറ്റുപെറുക്കി മറ്റൊരു രാജ്യത്ത് പോയി അവിടുത്തെ പെർമനന്റ് റെസിഡൻസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് അവിടെ വീട് വാങ്ങിച്ച്, കാറ് വാങ്ങിച്ച് സുഖമായി ജീവിക്കാം എന്ന് കരുതിയവർക്ക് തെറ്റി. കാരണം അവിടെ പെർമനന്റ് റെസിഡൻസ് കിട്ടി അവിടെ താമസിക്കുമ്പോൾ നമ്മളൊരു വീട് വാങ്ങിക്കുന്നു എന്നിരിക്കട്ടെ. ഇപ്പൊ കേരളത്തിലെ ഒരു 5 കോടി 6 കോടി രൂപ ഉണ്ടായാൽ അമേരിക്കയിൽ ഒരു വീട് മേടിക്കാം, അല്ലെങ്കിൽ ബ്രിട്ടനിൽ ഒരു വീട് വാങ്ങിക്കാം എന്നിരിക്കട്ടെ. ബ്രിട്ടനിലൊക്കെയാണ് ഒരു 3 കോടി രൂപ ഉണ്ടെങ്കിൽ ഒരു വീട് വാങ്ങിക്കാം. അങ്ങനെ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ 40 വർഷം കൊണ്ടാണ് നമ്മൾ അതിന്റെ കടം അടച്ച് തീർക്കുന്നത്. എന്ന് പറഞ്ഞാൽ 40 വർഷത്തേക്ക് നമ്മൾ അവിടെ കുടുങ്ങി. നമ്മളൊരു കാറ് മേടിച്ചു എന്നിരിക്കട്ടെ, 20 വർഷക്കാലം കൊണ്ടായിരിക്കും നമ്മൾ കട അടച്ചു തീർക്കുന്നത്. അപ്പൊ ഒരു വീടും ഒരു കാറും വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലത്ത് തിരിച്ചു പോരാൻ പറ്റില്ല, പിന്നെ അവിടെ കുടുങ്ങി കിടക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് പണം അങ്ങോട്ട് അയച്ച് അവിടെ ജീവിക്കേണ്ട ഗതികേടാണ് ഇപ്പോൾ ഉള്ളത്. മിക്കവാറും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് നമ്മൾ കേരളത്തിൽ നിന്ന് പണം അയച്ചു കൊടുക്കും. പക്ഷെ പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞാലും കേരളത്തിൽ നിന്ന് അയച്ചു കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും ഉള്ളത്. അതുകൊണ്ട് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള വൻതോതിലുള്ള ഒഴുക്ക് ഇപ്പൊ നിർത്തിയിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ വലിയ ഹോർഡിങ്സ് കാണും. വിദേശത്തേക്ക് കുട്ടികളെ ആകർഷിച്ചു കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളുടെയും ഏജൻസികളുടെയും പരസ്യമാണ്. പക്ഷെ ഇന്ന് അവര് കളം മാറ്റി ചവിട്ടിയിരിക്കുന്നു. ഇപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇപ്പൊ കുട്ടികളെ കൊണ്ടുപോകുന്നില്ല, കുട്ടികളെ കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്ന ടൂർ പാക്കേജുകളാണ്. കേരളത്തിന്റെ എല്ലാ നഗരങ്ങളിലും ഓഫീസ് തുറന്ന് സ്റ്റാഫിനെയും വെച്ച് കുട്ടികളെ വലവീശി പിടിക്കാൻ ഇരുന്നിരുന്ന, കോളേജുകളിലും സ്കൂളുകളിലും പോയി സെമിനാർ നടത്തിയിരുന്ന പല സ്ഥാപനങ്ങളും, ഞാൻ പേരൊന്നും പറയുന്നില്ല, എല്ലാവരുടെയും മനസ്സിൽ ചില പേരുകൾ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. വിമാനം സ്വന്തമായി ചാർട്ടർ ചെയ്ത്
ലക്ഷക്കണക്കിന് കുട്ടികളെ കൊണ്ടുപോയത് ഞങ്ങളാണെന്നൊക്കെ പരസ്യം ചെയ്ത സ്ഥാപനങ്ങൾ ഇന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. അവര് വിദേശത്തേക്ക് കുട്ടികളെ അല്ല കൊണ്ടുപോകുന്നത്, ടൂർ ഓപ്പറേറ്റർമാരായി മാറി ടൂർ പാക്കേജുകൾ നടത്തി ഓഫീസുകൾ അടച്ചുപൂട്ടാതിരിക്കാൻ, പിടിച്ചു നിൽക്കാൻ വേണ്ടി സ്ഥാപനത്തിലുള്ള സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ വേണ്ടി പെടാപ്പാട് വിടുകയാണ്. ഇതറിയാതെ കുട്ടികൾ വാലുവാലെ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഒഴുകിയാൽ സംഭവിക്കാൻ പോകുന്നത്, അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടുത്തെ റബ്ബർ തോട്ടം വിറ്റിട്ടോ, ഇവിടുത്തെ വീട് വിറ്റിട്ടോ, ഇവിടുത്തെ ടൗണിലെ 10 സെന്റ് സ്ഥലം വിറ്റിട്ടോ പണം അയച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ അത് ഒരു കാലത്തും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. കാരണം അവിടെ കിട്ടുന്ന പണം കൊണ്ട് അവിടെ ജീവിക്കാൻ പോലും കഴിവില്ലാതെ വരുമ്പോൾ പിന്നെ ഇവിടെ കടമെടുത്തതും പണയപ്പെടുത്തിയതും വിറ്റതും എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും? ഈ സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ബ്രിട്ടീഷ് എംബസിയിൽ ജോലിയുള്ള എന്റെ ഒരു സുഹൃത്ത് പറയാണ്, ഒരു ദിവസം ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തൊഴിൽ തേടി വരുന്നവരുടെ എണ്ണം 200 പേരാണ്. ഒരു ദിവസമാണ്, ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷമൊന്നുമല്ല, ഞാൻ തെറ്റി പറഞ്ഞതല്ല, പെർ ഡേ 200 ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് തൊഴിൽ തേടി വരുന്നു എന്ന് പറയുമ്പോൾ അങ്ങോട്ടുള്ള ഒഴുക്ക് നിലച്ചിരിക്കുന്നു, ഇങ്ങോട്ടുള്ള ഒഴുക്ക് ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് സാമ്പത്തിക രംഗത്തിന്റെ ശോഭന ഭാവിയുടെയും ഒക്കെ കാര്യങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് കേരളം വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ഒരുങ്ങുന്ന കുട്ടികളും മാതാപിതാക്കളും വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, നമ്മൾ ഇവിടുന്ന് വിദ്യാർത്ഥികളാണ് കൂടുതൽ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിദേശ രാജ്യങ്ങളിലെ പല ചെറിയ രാജ്യങ്ങളിലും അവിടെ യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഉള്ളൂ, കോളേജുകളില്ല. കാരണം അവിടുത്തെ രാജ്യങ്ങൾ ചെറുതാണ്. ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ കർണാടകത്തിന്റെ ഒപ്പേ ഉള്ളൂ, ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടിന്റെ ഒപ്പേ ഉള്ളൂ, ഇറ്റലി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒപ്പേ ഉള്ളൂ, അമേരിക്ക എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിന്റെ ഒപ്പേ ഉള്ളൂ. ഇതറിയാൻ വയ്യാത്തവരാണ് അതൊക്കെ എന്തോ വലിയ രാജ്യങ്ങളാന്ന് ഓർത്ത് അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഓർക്കണം, വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ 17 രാജ്യങ്ങളും തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ 24 രാജ്യങ്ങളും യൂറോപ്പിലെ 28 രാജ്യങ്ങളും ആസ്ട്രേലിയയും ചുറ്റുമുള്ള 18 ദ്വീപ് രാജ്യങ്ങളും ഈ 4 മഹാഭൂഖണ്ഡങ്ങളും അവിടുത്തെ 94 രാജ്യങ്ങളും ഒന്നിച്ചു കൂട്ടിയാൽ എത്ര ജനസംഖ്യ വരും? അതാണ് ഒരു ഇന്ത്യൻ ജനസംഖ്യ. ഒരു ദിവസം ഇന്ത്യയിലെ അമ്മമാര് പ്രസവിക്കുന്ന കുട്ടികളുടെ എണ്ണമാണ് ആസ്ട്രേലിയയിലെ ജനസംഖ്യ. ജനസംഖ്യാ ശാസ്ത്രജ്ഞന്മാർ പറയും ഇന്ത്യ ഓരോ ദിവസവും ഒരു ആസ്ട്രേലിയ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അത്രയും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഭാരതം. ഇവിടെ നിന്നിട്ട് ഇത്രയും വിഭവങ്ങളും സാഹചര്യങ്ങളും നമുക്കുണ്ട്. 5 ട്രില്യൺ എക്കണോമിയിലേക്ക് നമ്മൾ കുതിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വ്യാവസായിക മേഖലയിലും ബിസിനസ്സിലും അതുപോലെ തന്നെ കൃഷിയിലും സർവീസിലും ടെക്നോളജിയിലും ഡിഫൻസിലും നമ്മൾ വൻ ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടം വിട്ട് വിദേശത്ത് പോയി രക്ഷപ്പെടാം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ എളുപ്പം ഇവിടെ തന്നെ രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയോടും കുട്ടികളോടും എനിക്ക് പറയാനുള്ള ഒരു സൂചന, വിദേശത്തിന്റെ ആകർഷണീയത അവസാനിച്ചിരിക്കുന്നു. വിദേശികൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നു. വിദേശികൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തിനാണ് വിദേശത്തേക്ക് പോകുന്നത്? അതുകൊണ്ട് വിശദമായി പഠിക്കണം, നമ്മുടെ രാജ്യത്തിന്റെ പൊട്ടൻഷ്യലും സാധ്യതകളും പഠിക്കണം, വിദേശ രാജ്യങ്ങളുടെ തകർച്ച എന്താണെന്ന് പഠിക്കണം. ഈ ആകർഷണീയതയും പളവളപ്പും അവസാനിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് സ്വന്തം രാജ്യത്ത് തലയുയർത്തി നിൽക്കാനുള്ള തീരുമാനമെടുക്കുകയാണ് നമ്മുടെ പുതിയ തലമുറ വേണ്ടത്. അതിനുള്ള പ്രോത്സാഹനമാണ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറ, അതായത് പേരൻസ് കൊടുക്കേണ്ടത് എന്നാണ് എനിക്കുള്ള അഭിപ്രായം. തീർച്ചയായും വ്യക്തമാണ്. പക്ഷെ അപ്പോഴും എനിക്കൊരു ഒരു സംശയം ബാക്കി നിൽക്കുന്നത്, നിലവിൽ ഇപ്പോഴവിടെ ലക്ഷങ്ങൾ മുടക്കി അവിടെ നിൽക്കുന്ന കുട്ടികളുണ്ട്. നമുക്കറിയാം പല രീതിയിൽ പഠിക്കാൻ. ഈ ഇടയ്ക്ക് ഒരു പെൺകുട്ടിയുടെ വീഡിയോ വല്ലാതെ വൈറലായിരുന്നു. ആരും UK പോകരുത്, വരരുത്, UK നിങ്ങൾ കാണുന്നത് പോലെയല്ല എന്നുള്ളത്. ഒരുപക്ഷെ സാറും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു ആ പെൺകുട്ടിയുടെ ഒരു വീഡിയോ. പക്ഷെ ആ പെൺകുട്ടി ഇപ്പോഴും അവിടെ നിൽക്കുന്നു. അതിന്റെ താഴെ കമന്റായി പലരും ചോദിച്ചൊരു ചോദ്യം, പിന്നെ താൻ എന്തിന് അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ സാറി പറഞ്ഞതുപോലെ ലോൺ എടുത്തും കടം വാങ്ങിയും ഉള്ളതെല്ലാം വിറ്റ് പെറുക്കി പോയതായിരിക്കും. എനിക്ക് വന്നത് മറ്റാർക്കും വരരുത് എന്ന് കരുതി പറയുന്ന ആളുകളും ഉണ്ടാവും. അപ്പം നിലവിൽ അവിടെ ഉള്ള ആളുകളുടെ ഒരു അവസ്ഥ, അവരുടെ ഒരു അവിടുത്തെ ഒരു അതിജീവനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ്. അതിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയും? ഇന്നലെ ഞാൻ പത്തനംതിട്ടയിലായിരുന്നു. പത്തനംതിട്ടയിലെ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കാണാൻ പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ ബ്രിട്ടനിലാണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോ വീഡിയോയിൽ വരാം എന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് വീഡിയോയിൽ വന്ന് സംസാരിച്ച സമയത്ത് ഈ കുട്ടി എന്നോട് ചോദിച്ചു, അങ്കിൾ എന്റെ പുറകിൽ ഒരു കാറ് കാണാൻ മേലേ എന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോ ഒരു കാറ് ഒരു റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. അതില് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിക്കുക, അതൊരു കാറ് മാത്രമല്ലല്ലോ. ശരിയാണ്, സൂക്ഷിച്ചു നോക്കിയപ്പോൾ കാറിൽ നിന്ന് 4 വശത്തേക്കും ടാർപോളിൻ വലിച്ചു കെട്ടിയിരിക്കുന്നു, തുണി കൊണ്ടൊക്കെ അലങ്കരിച്ചിരിക്കുന്നു. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. അത് കാറല്ല അങ്കിൾ, അതൊരു വീടാണ്.
വീട് നഷ്ടപ്പെട്ട, ഭൂമി നഷ്ടപ്പെട്ട, ഒന്നുമില്ലാത്ത ആള് കാറിലാണ് താമസിക്കുന്നത്. ആ കാറിന്റെ 100 മീറ്റർ അടുത്ത് നമുക്ക് പോകാൻ പറ്റില്ല, അതുപോലെ ദുർഗന്ധമാണ്. കാരണം കാറിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും വേസ്റ്റ് പുറത്തേക്ക് ഇടുകയും ചെയ്തിട്ട് അവിടെ നമുക്ക് അടുത്തോട്ട് പോലും പോകാൻ വയ്യ. അപ്പോൾ ഞാനൊരു കാര്യം ചിന്തിക്കുക, ഇന്ത്യ 145 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഇതുപോലെ ഒരു ദുരവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. അതായത് നമുക്ക് ഇവിടെ ഭിക്ഷക്കാരുണ്ടെന്ന് പറഞ്ഞാലും വൈകുന്നേരം അവന് കയറി കിടക്കാൻ ഒരു കൂരയുണ്ട്. ഇവിടെ എത്ര പാവങ്ങളാന്ന് പറഞ്ഞ് തെരുവിൽ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്, ബസ് സ്റ്റാൻഡിൽ ഉറങ്ങുന്ന, റെയിൽവേ സ്റ്റേഷനിൽ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. പോലീസുകാരൻ അവനെ പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് ചോദിക്കടാ നിന്റെ സ്ഥലം എവിടെയാ, നിന്റെ വീട് എവിടെയാന്ന് ചോദിക്കുമ്പോൾ അവന് പറയാനൊരു വീടുണ്ട്, അവനൊരു സ്ഥലമുണ്ട്. പക്ഷേ പല ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും പറയാൻ ഒരു അഡ്രസ് പോലും ഇല്ലാത്ത 10,000-കണക്കിന് ആൾക്കാർ ഇതുപോലെ തെരുവിൽ ജീവിക്കുകയാണ്. എന്നിട്ട് ആ രാജ്യങ്ങളെയൊക്കെ സമ്പൻ രാജ്യങ്ങളാണെന്നും അവിടെ ചെന്നാൽ സ്വർഗമാണെന്നും കരുതി പോകുന്നവരുടെ അവസ്ഥ അതാണ് ഇന്നലെ ആ കുട്ടി എനിക്ക് നേരിട്ട് കാണിച്ചത്. അതുകൊണ്ട് ആ കുട്ടി പറഞ്ഞു, പഠിത്തം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോരുമെങ്കിൽ ഇവിടെ ഒന്നും ജീവിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും വയ്യ. ഇതാണ്. പക്ഷേ ചില കുട്ടികൾ അവിടെ പോയി പെട്ടുപോയവരുണ്ട്. അതെന്താണെന്നറിയാമോ? ഇപ്പോൾ നീതു ചോദിച്ച ചോദ്യം, അങ്ങനെയുള്ള ചില കുട്ടികളുണ്ട്. അതായത് കൂട്ടുകാരുടെ പ്രേരണ, നാട്ടുകാരുടെ പ്രേരണ, മറ്റുള്ളവരുടെ ആകർഷണീയത വെച്ചിട്ട് പലരും പോകരുതെന്ന് പറഞ്ഞിട്ടും തുള്ളിച്ചാടി വിദേശത്ത് പോയ ആൾക്കാരുണ്ട്. അവർക്ക് നേരെ ഇങ്ങോട്ട് വരത്തില്ല. കാരണം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, വീട് പണയം വെച്ചു, പലതും വെക്കുമ്പോൾ അച്ഛനും അമ്മയും പറയും, മക്കളെ നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ്, നിനക്ക് ശമ്പളം കിട്ടിയിട്ട് വേണം ഇതൊക്കെ തിരിച്ചു മേടിക്കാൻ. ആ കുട്ടിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ കണക്കെന്താ പുറത്തു വരാത്തതെന്ന് ചോദിച്ചാൽ പുറത്തു വരാതെ മൂടി വെച്ചിരിക്കുന്നതുകൊണ്ടാ. വിദേശത്ത് പോയി പെട്ടുപോയി ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. തിരിച്ചു വന്നിട്ട് മാനസിക നില തെറ്റിയവരുണ്ട്. പിന്നെ തിരിച്ചു വന്ന് മാനസിക നില തെറ്റിയവരെ പോലെ ജീവിക്കുന്നവരുണ്ട്. ഞാൻ ഇവരെയൊക്കെ നേരിട്ട് കാണുന്നവരാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. വിദേശ രാജ്യങ്ങളുടെ ആകർഷണീയത അവസാനിക്കുകയാണ്, ഭാരതത്തിന്റെ ആകർഷണീയത വർദ്ധിക്കുകയാണ്. സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വന്തം നാട്ടിൽ കാലുറപ്പിച്ച് നട്ടെല്ല് നിവർത്തി തലയുയർത്തി നിൽക്കാൻ ശീലിക്കുകയാണ് വേണ്ടത്. യെസ് സാറെ, കൺക്ലൂഡ് ചെയ്ത വേർഡാണ് എക്സാക്ട്. വിദേശ രാജ്യങ്ങളുടെ ആകർഷണീയത അവസാനിക്കുന്നു, ഭാരതത്തിന്റെ ആകർഷണീയത കൂടുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഒരു വിശകലനം നടത്തിയതിന് താങ്ക് യു സർ.